റഷ്യ ATACMS ഡിഫൻഡ് ചെയ്തു എന്ന കാര്യം നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൂടെ അറിഞ്ഞതാണ്. ഇതിനിടയിൽ സംഭവിച്ചത് ടെർണോപിൽ എന്ന പ്രദേശം. ഇതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് 3 ദിവസമായി 2-3 വീഡിയോയിലൂടെ സംസാരിച്ചതാണ്. ആ പ്രദേശത്ത് ആക്രമിക്കുന്നു എന്നൊക്കെ. എന്നാൽ റിട്ടാലിയേഷൻ റഷ്യ ചെയ്യുമോ ഇല്ലയോ, ആ ചോദ്യത്തിന് റഷ്യ ഇപ്പോൾ ഒരു ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. 48 മിസൈൽസ്. ഈ 48 മിസൈൽസ് 19-ാം തീയതി രാത്രി മുതൽ 20-ാം തീയതി വൈകുന്നേരം വരെയും ഇത്രയേറെ മിസൈൽസ് ഈ ടെർണോപിലേക്ക് മാത്രം പോയിട്ടുണ്ട്. ഇതിൽ ഉക്രൈൻ ഉണ്ടായ ഒരു വലിയ നഷ്ടം അതെന്താണെന്ന് അറിയണ്ടേ? അവിടെയുള്ള ഒരു കെമിക്കൽ ഫാക്ടറി അത് പൂർണ്ണമായും നശിച്ചു. മാത്രവുമല്ല, ഒരുപാടിടങ്ങളിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഹബ്സ് എല്ലാം നശിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വലുതായി സംസാരിക്കുമ്പോൾ പോലും 25 വ്യക്തികൾ അവിടെ മരിച്ചിട്ടുണ്ട്. KH-101 എന്ന റഷ്യയുടെ പക്കലുള്ളതിൽ തന്നെ വളരെ പവർഫുൾ ആയ ഒരു ക്രൂയിസ് മിസൈലും ഇവർ അറ്റാക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. Su-57ഉം അകത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. ഇത്രയേറെ സംഭവങ്ങൾ റഷ്യ ഈ ഒരു സ്ഥലത്തെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ടെർണോപിൽ ലീവിനടുത്തുള്ള ഉക്രൈന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം, കൂടുതൽ ജനവാസമുള്ള ഒരു നഗരം കൂടിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് ഒരു സേഫായ സ്ഥലമായിരുന്നു. കാരണം ഇത് വെസ്റ്റേൺ പ്രദേശത്താണുള്ളത്. ഇവിടെ നിന്നും ഒരു 120 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ അതിർത്തി എത്താൻ സാധിക്കും. അതായത് തൊട്ടടുത്തുള്ള നാറ്റോ മെമ്പേഴ്സ് അതിർത്തിയിൽ എത്താൻ സാധിക്കും. ഇത്രത്തോളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് അവസാനം ഈ 16-ാം തീയതി തുടങ്ങിയ ആക്രമണം ഇന്ന് വരെയും നടക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണോ ഉക്രൈൻ ATACMS മിസൈൽ റഷ്യയ്ക്കുള്ളിലേക്ക് ഫയർ ചെയ്തത്, അപ്പോൾ മുതൽ റഷ്യയുടെ സ്ട്രൈക്ക് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തെ മാത്രം ലക്ഷ്യം വെച്ച് മാറിയിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ പറയുന്നതൊന്നും അല്ല. ഇതിന്റെ ചില വീഡിയോ ഫൂട്ടേജസ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഫൂട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം സംസാരിക്കാൻ പോകുന്നത്. ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം, ഈ ടെർണോപിലിൽ ഒരു ഓൾഡ് കെമിക്കൽ ഫാക്ടറി ഉണ്ട്. ഈ കെമിക്കൽ ഫാക്ടറി ഔട്ട് ഓഫ് സർവീസിലേക്ക് പോയി. അതായത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതിനെ അബാൻഡൺ ചെയ്തു. ഇത് പുറമേ നോക്കുമ്പോൾ ഈ ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നും, ഒരു ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറിയായി തോന്നും. പക്ഷെ ഉക്രൈൻ ചെയ്തത്, ഇവിടെ ഇവർക്ക് ആവശ്യമായ വെടിമരുന്നുകൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നു. കൂടാതെ FPV ഡ്രോൺസ്, ആംഡ് ഡ്രോൺസ്, ഈ ഡ്രോൺസും ഈ ഒരു ഫാക്ടറിയിൽ അവർ നിർമ്മിച്ചു കൊണ്ടിരുന്നു. ഇന്നലെ റഷ്യ നടത്തിയ ഈ ആക്രമണത്തിൽ 90 ഏക്കറിലുള്ള ഈ ഒരു ഫാക്ടറി പൂർണ്ണമായും, ആ ഹബ്ബ് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. 12 മിസൈൽസ് ഈ ഒരു ഫാക്ടറിയെ മാത്രം ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ്, വീഡിയോ ഫൂട്ടേജസ് ഒക്കെ ഓൺലൈൻ മുഴുവൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രമേ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ചെറിയ ചെറിയ ക്ലിപ്സ് ഇവിടെ കാണിക്കാം. ഇതിനുശേഷം ഈ 48 മിസൈൽ എന്ന് പറഞ്ഞല്ലോ, ഈ 48 മിസൈലിൽ 21 കാലിബർ ക്രൂയിസ് മിസൈൽ, 9 ഇസ്കാന്ദർ M ബാലിസ്റ്റിക് മിസൈൽ, അതുകൂടാതെ 9 KH-101 മിസൈൽസ്, വീണ്ടും 9 KH-69 മിസൈൽസ്, ഇങ്ങനെ വളരെ കൂടുതൽ ക്രൂയിസ് മിസൈൽസ് ഈ ഒരു പ്രദേശത്തെ ലക്ഷ്യം വെച്ച് റഷ്യ അയച്ചിട്ടുണ്ട്. കൂടെ തന്നെ 370-ലധികം ടാർഗറ്റഡ് ആൻഡ് ഡീകോയ് ഡ്രോൺസ്, ആംഡ് ഡ്രോൺസും അയച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രോൺസിനെ കുറിച്ചൊന്നും ഈ വീഡിയോയിൽ കൂടുതലായി സംസാരിക്കാൻ പോകുന്നില്ല. എന്നാൽ മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, മിസൈൽ ഉപയോഗിച്ച രീതിയും അത് അറ്റാക്ക് നടത്തിയ പാറ്റേൺ, ഇതൊക്കെ വളരെ വൈറലായി മാറിയിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യയിൽ ഇത് വൈറലായി മാറിയിട്ടുണ്ട്. കാരണം Su-57 ഇതുമായി കണക്റ്റഡ് ആണ്. റീസെൻ്റായി Su-57 ദുബായ് എയർ ഷോയിൽ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. വളരെ വലിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഈസിയായി ചെയ്തത്. അത് മെനുവർ ചെയ്യുന്ന രീതി, ഇതെല്ലാം വെച്ച് Su-57ൻ്റെ ഹൈപ്പ് അത് ഇന്ത്യയിൽ തന്നെ വളർന്നു വന്നു. കാരണം ഇന്ത്യയിൽ Su-57 വലിയൊരു ക്രേസ് ഉണ്ട്. ഒരുപാടിടങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്കാരോട് F-35 ആണോ Su-57 ആണോ എന്ന് ചോദിക്കുമ്പോൾ Su-57 തന്നെ ചൂസ് ചെയ്യും. എന്നാൽ ഈ വീഡിയോ ഇത് ഇന്ത്യയിൽ വൈറലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നോക്കിയാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിസൈലാണ്. സത്യത്തിൽ ഈ KH സീരീസിലുള്ള മിസൈൽസിൽ ചില മിസൈൽസ് മാത്രമാണ് ഇന്റേണൽ വെപ്പൺസ് ബേയിലൂടെ ഉപയോഗിക്കുന്നത്. KH-59 ഓൾട്ടർ വേരിയൻ്റ് ആണ്. KH-69 എന്നത് സ്പെഷ്യലായി Su-57 വേണ്ടി മാത്രം ഓൾട്ടർ ചെയ്ത് വെപ്പൺസ് ബേയിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ നിർമ്മിച്ച മിസൈലാണ്. നമുക്കിപ്പോൾ ഈ മറ്റ് മിസൈൽസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈസിയായി പറയാൻ കഴിയും, ഇത് ബോംബേഴ്സിൽ നിന്നും അയക്കാൻ സാധിക്കുമെന്നൊക്കെ. ഇവിടെയും ഈ ഒരു കാര്യത്തിലും പറയാൻ സാധിക്കും. KH-69 ലോഞ്ച് ചെയ്യണമെങ്കിൽ Su-57 നിന്ന് മാത്രമേ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ. മറ്റ് വിമാനങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്താൽ അതിൻ്റെ റഡാർ പ്രൊഫൈൽ മുൻകൂട്ടി തന്നെ ശത്രു രാജ്യങ്ങൾക്ക് ലഭിക്കുകയും ആ മിസൈലിനെ ട്രാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. എന്നാൽ അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊരു സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലാണ്.
വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്നത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ റഷ്യ ഇവിടെ പിന്തുടരുന്ന ഒരു സ്ട്രാറ്റജി Tu-22, Tu-95 ബോംബേഴ്സിൽ നിന്നും KH-101 മിസൈൽസ് ലോഞ്ച് ചെയ്തു. ഇത് Su-57ൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന മിസൈൽസിനേക്കാളും ഡബിൾ മടങ്ങ് വലുതാണ്. സൈസ് മാത്രം നോക്കിയാൽ 8 മീറ്ററിലും അധികമാണ്. ഇതിന്റെ ഭാരം 1200 കിലോഗ്രാമിലും കൂടുതലാണ്. പക്ഷേ KH-69ന്റെ ഭാരം അത് മൊത്തത്തിൽ 400 കിലോയാണ്. വളരെ പ്രിസിഷൻ സ്ട്രൈക്കിന് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു ബോംബേഴ്സിൽ നിന്നും ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് നാറ്റോയുടെ ഏർലി വാർണിംഗ് സിസ്റ്റം പിക്ക് ചെയ്യുകയും ഉക്രൈന് ഒരു മുന്നറിയിപ്പായി നൽകുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ നൽകിയ ഈ ഒരു വാർണിംഗ് ഉക്രൈൻ ഒരു അല്പം പോലും സഹായിച്ചില്ല. റഷ്യയുടെ ലോഞ്ച് പോയിന്റിൽ നിന്നും ഉക്രൈൻ്റെ തലസ്ഥാനത്തേക്ക് ഈ ഒരു മിസൈൽ വന്നു ചേരുന്ന സമയം വെറും 12 മിനിറ്റ് ആണ്. എന്നാൽ ഉക്രൈൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ യാതൊരു സ്ട്രൈക്കും സംഭവിച്ചിട്ടില്ല. ആ സമയത്താണ് ഉക്രൈൻ വളരെ ലേറ്റായി ഒരു കാര്യം മനസ്സിലാക്കിയത്. ഈ മിസൈൽസിൻ്റെ പാത അത് ടെർണോബിലിനെ നോക്കിയാണ് പോകുന്നത് എന്ന്. ഒരു വീഡിയോ, വളരെ ക്ലോസസ്റ്റ് എൻഗേജ്മെൻറ്റ് വീഡിയോ പുറത്തു വന്നു. ഒരു F-16 യുദ്ധവിമാനം ഈ ടെർണോബിലിലെ ഡ്രോണുകളെ വേട്ടയാടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന വീഡിയോ. പക്ഷേ F-16 വിമാനം ക്രോസ് ചെയ്ത അടുത്ത 5-ാമത്തെ സെക്കൻഡിൽ തന്നെ ഒരു KH-69 മിസൈൽ ഡയറക്റ്റ് അത് ഏത് ഡയറക്ഷനിലാണോ പോയത് അതേ ഡയറക്ഷനിൽ തന്നെ താഴെ വീണ് ഒരു ഫെസിലിറ്റി ആക്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ Su-57 ആണ് ആ മിസൈൽ ലോഞ്ച് ചെയ്തത്. Su-57 എന്നത് ഇവരുടെ റഡാറിൽ അറിയില്ല. Tu-95, Tu-22 ബോംബേഴ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞ ഇവരുടെ ഏർലി വാർണിംഗ് സിസ്റ്റത്തെ കൊണ്ട്, ഇവരുടെ AWACS വിമാനങ്ങളെ കൊണ്ട് പോലും അടുത്തകത്ത് വന്ന Su-57 ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലം KH-101 എങ്ങനെയാണോ താഴെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഈ ക്രൂയിസ് മിസൈൽസും KH-69 ക്രൂയിസ് മിസൈലും താഴെ അതിൻ്റെ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ Su-57 ഒഫീഷ്യലായി വീണ്ടും ഈ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അത് എവിടെ നിന്നാണ് മിസൈൽ ലോഞ്ച് ചെയ്തത് എന്നറിയില്ല. ഇതിന് മറ്റൊരു തന്ത്രമുണ്ട്. ഈ KH-69ൻ്റെ മാക്സിമം റേഞ്ച് എന്നത് 450 കിലോമീറ്റർ ആണ്. 450 കിലോമീറ്റർ ആണെങ്കിൽ വളരെ റഷ്യയിൽ നിന്നും ഉക്രൈൻ്റെ ഡീപ്പ് ടെറിട്ടറിക്കുള്ളിലേക്ക് വന്ന് മാത്രമേ ഈ മിസൈൽ ലോഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. എക്സ്റ്റൻഡഡ് റേഞ്ച് മിസൈൽസ് 600 കിലോമീറ്റർ വരെയും ഉണ്ട്. പക്ഷേ റഷ്യയിൽ അതിപ്പോഴാണ് പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ 450 കിലോമീറ്റർ ദൂരം വരെയും ഈ ഒരു മിസൈൽ അകത്തേക്ക് വന്ന് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ലോഞ്ച് പോയിന്റ് ഉക്രൈനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ അകത്തേക്ക് വന്നിട്ട് കൂടിയും ഇവരെ കൊണ്ടത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ മിസൈൽ ആക്രമണത്തിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. മാത്രവുമല്ല, ആ ഒരു മിസൈലിൻ്റെ സ്റ്റെൽത്ത് പ്രൊഫൈലും ഈ ആക്രമണത്തിലൂടെ വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. ഒരു F-16 വിമാനം തൊട്ടടുത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ ഡ്രോൺസിനെ മാത്രമല്ല എൻഗേജ് ചെയ്യുന്നത്, അവരുടെ ആ എയർ സ്പേസിനെ ഡിഫണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതായത് അകത്തേക്ക് വരുന്ന 38 ടാർഗറ്റ്സിനെയും ഇവരെ കൊണ്ട് നിരീക്ഷിക്കാൻ കഴിയും. ഇന്ന് ഉക്രൈൻ്റെ പക്കലുള്ള F-16 വിമാനം അത് അപ്ഗ്രേഡ് ചെയ്ത വിമാനമാണെന്ന് അവർ പറയുന്നുണ്ട്. ശരിക്കും അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 38 ടാർഗറ്റ്സിനെയും അവരെ കൊണ്ട് സൈമൾട്ടേനിയസ്ലി ട്രാക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അകത്തേക്ക് വന്ന ക്രൂയിസ് മിസൈൽസ് ഇവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ വിഷനിൽ പോലും അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം അത് സ്റ്റെൽത്ത് മോഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് എല്ലാം അതിൽ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാലും ഇതിൽ നിർഭാഗ്യകരമായ ഒരു കാര്യവും സംഭവിച്ചിട്ടുണ്ട്. 25ഓളം പേർ മരിച്ചിട്ടുണ്ട് റഷ്യയുടെ ഈ ഒരു മിസൈൽ ഒരു അപ്പാർട്ട്മെന്റിനെ ആക്രമിച്ചതിലൂടെ. 25 പേരെന്നത് ഇപ്പോൾ വരെയും വന്നൊരു ഡാറ്റ മാത്രമാണ്. ഇതിനും അപ്പുറം എത്ര പേർ മരിച്ചു എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ഇപ്പോൾ ഒരു വലിയ കുറ്റാരോപണം നടത്തിയിട്ടുണ്ട്. നോക്കുക, സിവിലിയൻ ബിൽഡിങ്ങിനെ ആക്രമിച്ചു, ഒരു വലിയ യുദ്ധകുറ്റമാണ് റഷ്യ ചെയ്തത് എന്നൊക്കെ. റഷ്യയുടെ ഈ മിസൈൽ സ്ട്രൈക്ക് അപ്പാർട്ട്മെന്റിൽ നടന്നു എന്നുള്ളത് ശരിയാണ്. തീർച്ചയായും റഷ്യ അത് ചെയ്തിട്ടുണ്ട്, തെറ്റ് തന്നെയാണ്. അതേ സമയത്ത് ഉക്രൈനും ഇതേ കാര്യം തന്നെയാണ് റഷ്യയ്ക്കുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ്. ഇവരെയും ബ്ലെയിം ചെയ്യാൻ സാധിക്കില്ല, അവരെയും ബ്ലെയിം ചെയ്യാൻ സാധിക്കില്ല. രണ്ടുപേരും തെറ്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് സൈഡ് മാറി മാറി ഗെയിം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ATACMS റഷ്യയ്ക്കുള്ളിൽ ഫയർ ചെയ്തതിന് ഒരു ഇനിഷ്യൽ റെസ്പോൺസ് മാത്രമായിട്ടാണ് ഈ ഒരു അറ്റാക്കിനെ കാണുന്നത്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ റഷ്യ ഇതുവരെയും അങ്ങനെ ഒരു അറ്റാക്കിലും ലോഞ്ച് ചെയ്തിട്ടില്ല. കാലിബർ ക്രൂയിസ് മിസൈൽസ് ഒക്കെ ഉപയോഗിച്ച് 20 എണ്ണം ആക്രമിച്ചെങ്കിൽ കൃത്യമായി ആ പ്രദേശത്തെ അവർ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട്. അവിടെയുള്ള അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിനെയൊക്കെ എത്രത്തോളം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ Su-57 നടത്തിയ ഒരു ആക്രമണം ഇന്ത്യക്കുള്ളിൽ വൈറലാകുന്നു. ഇവയെല്ലാം ഒന്നോടൊന്ന് കണക്റ്റ് ആകുന്നതാണ്. പ്രധാനമായും ഇന്ത്യക്കും Su-57നും അടുത്ത ഒരു ബന്ധം തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, അത് അടുത്ത വീഡിയോയിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇനീഷ്യൽ റെസ്പോൺസ്
റഷ്യ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തുടർന്നു കൊണ്ടുപോകുമോ, അവസാനിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.